മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ ആസാദ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. എൻ.സി.പിയിൽ നിന്നും ശിവസേനയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എൻ.സി.പിയിൽ നിന്നും പാർട്ടി അധ്യക്ഷൻ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ശിവസേനയിൽ നിന്നും സാധ്യത മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കാണെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഏറെ നാൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിൽ മഹായുതി സഖ്യകക്ഷികൾക്കിടയിൽ സമവായമുണ്ടായത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് ശിവസേന രംഗത്തെത്തിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ബി.ജെ.പി. വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ശിവസേന നേതൃത്വം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി.ജെ.പി. തയ്യാറായിരുന്നില്ല. തർക്കം രൂക്ഷമായതോടെ അമിത്ഷാ 3 നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയായിരുന്നു. ഇതോടെയാണ് സഖ്യം സമവായത്തിലെത്തിയത്. 43 അംഗ മന്ത്രിസഭയിൽ ഓരോ പാർട്ടികളുടെ വിഹിതം സംബന്ധിച്ചും ഇപ്പോഴും ചർച്ച തുടരുകയാണ്. 6-1 ഫോർമുലയാണ് സർക്കാർ രൂപീകരണത്തിന് ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം. അതായത് ഓരോ 6 എം.എൽ.എമാർക്കും ഒരു മന്ത്രി എന്ന രീതിയിൽ. ഈ ഫോർമുല പ്രകാരം ബി.ജെ.പിക്ക് 20 മുതൽ 22 വരെ മന്ത്രി പദവികൾ ലഭിക്കാം. ശിവസേനയ്ക്ക് 12 മന്ത്രിസ്ഥാനങ്ങളും എൻ.സി.പിയിലെ അജിത് പവാർ വിഭാഗത്തിന് 9 മുതൽ 10 വരെ മന്ത്രിസ്ഥാനങ്ങളുമായിരിക്കും ലഭിക്കുക. 288 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 230ലും വിജയിക്കാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു. ബി.ജെ.പി. 132 സീറ്റ് സ്വന്തമാക്കിയപ്പോൾ ശിവസേന 57 സീറ്റും എൻ.സി.പി. 41 സീറ്റും നേടി. അതേസമയം മറുവശത്ത് മഹാവികാസ് അഘാഡി സഖ്യം വലിയ തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത്. കോൺഗ്രസ് 37, ശിവസേന യു.ബി.ടി. 16, എൻ.സി.പി. എസ്.പി. 10 എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷത്തെ സീറ്റ് നില. അതേസമയം ബി.ജെ.പി. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത ബീഹാർ മോഡൽ മഹാരാഷ്ട്രയിലും വേണമെന്നും ശിവസേന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏക്നാഥ് ഷിൻഡെ ഇത് സംബന്ധിച്ച പരസ്യ പ്രതികരണമൊന്നും തന്നെ നടത്തിയിരുന്നില്ല. മാത്രമല്ല ബി.ജെ.പി. എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ഷിൻഡെ പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ചില നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായിരുന്നു ശ്രമം തുടർന്നിരുന്നത്.